നീ എന്നെ ചതിക്കത്തില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് നിന്നെ സെലക്ട് ചെയ്യുന്നത്. എൻ്റെ സോൾമേറ്റാണ് നീ, ഞാൻ നിന്നെ തേടിയായി ഈ മണ്ണിലേക്ക് വീണ്ടും എത്തിയെന്ന് പറഞ്ഞു. ഒരിക്കലും എന്നെ ചീറ്റ് ചെയ്യാൻ പാടില്ല, എന്നെ ഡിസ്റിഗാർഡ് ചെയ്യാൻ പാടില്ല, ഞാനൊഴിഞ്ഞ് അന്യതായിട്ടൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. നീ ഹിമാലയത്തിൽ പോലും ഇങ്ങനെ ഒരാളിനെ കിട്ടത്തില്ല. നിന്റെ അല്പബുദ്ധി കൊണ്ട് തോന്നുന്ന നീ മറ്റൊരു ഗുരുവിനെ തേടി പോകാൻ പാടില്ല. അതെനിക്ക് ഞാൻ അഭിമാനപൂർവ്വം പറയാം. എൻ്റെ കുഞ്ഞ് ആത്മാവ് എന്നോട് പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിനക്കെന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്യും. ഇതവിടെ ഞങ്ങളുടെ പ്രസാദ് സ്റ്റുഡിയോ ഉണ്ട്, അവിടെ എടുത്ത പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റാ. ഇതിൽ അച്ഛനുണ്ട്, ഗുരുവുണ്ട്, യഥാർത്ഥ ചിത്രമാണിത്. സത്യസായിബാബയെ കാണാൻ വേണ്ടി ഒളിച്ചോടി പോയതാ. നമസ്കരിക്കത്തില്ല എന്ന് ആര് വന്നാലും സായിക്ക് അപ്പുറത്ത് ഇല്ല എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു. നീ ആരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് മണ്ണിനടിയിൽ കിടക്കുന്ന നിധി വരെ കണ്ടുപിടിക്കാൻ കണ്ടുള്ള ആളാണ് ഞാൻ. അപ്പം 4 പേരെയും കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെ നല്ല ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചിങ്ങോലി ആശ്രമത്തിലെ മഠാധിപതിയായിട്ടുള്ള സദ്ഗുരു രമാദേവി അമ്മയാണ്. അമ്മ നമസ്കാരം. നമസ്കാരം. അമ്മ പ്രഭാകര സിദ്ധയോഗി, എനിക്കൊന്ന് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു സദ്ഗുരു ആയിരുന്നു പ്രഭാകര സിദ്ധയോഗി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി പല ആളുകൾക്കും പല വീക്ഷണങ്ങളാണുള്ളത്. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് ആരായിരുന്നു പ്രഭാകര സിദ്ധയോഗി? നമസ്തേ രാഹുൽ. ഇപ്പോൾ പറഞ്ഞതാണ് നമുക്കിപ്പോൾ അറിയേണ്ട വിഷയമാണിതിപ്പം. കാരണം ശിഷ്യഗണങ്ങൾ ഇല്ലായിരുന്നു, ഭക്തഗണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഡിവോഷനും ഉണ്ട്, ഡിസൈപ്പിളും ഉണ്ട്. അപ്പോൾ അതിൽ അമ്മ ഡിസൈപ്പിളിൻ്റെ കൂട്ടത്തിലാണ് പെട്ടുപോയതെന്ന് എന്നാന്ന് വെച്ചാൽ സെലക്റ്റീവാണ്. പിന്നെ അമ്മയും പ്രഭാകര സിദ്ധയോഗിയുടെ ഒരു സോൾമേറ്റ് ആയിരുന്നു എന്ന് ഒരു പറയുന്ന സാഹചര്യമുണ്ട്. അതെങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ പറയാം. ഇപ്പം അമ്മയ്ക്ക് 46 വർഷത്തോളം കഴിഞ്ഞു കൂട്ടുകെട്ട് കഴിഞ്ഞിട്ട്. അമ്മയുടെ ഏകദേശം 30 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് അമ്മയുടെ അച്ഛനാണ്. ഞാൻ ആ കോണ്ടക്സ്റ്റ്, ആ സാഹചര്യം ഒന്ന് കാണിക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ തട്ടകം. എന്നുവെച്ചാൽ ഇത് ചിങ്ങോലി ഈ ആശ്രമത്തിനോട് ചേർന്നുള്ള ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ അച്ഛന് അതിൻ്റെ മാനേജരായിരുന്നു 50 വർഷം. അപ്പോൾ അച്ഛൻ നേവിയിൽ നിന്നൊക്കെ വന്നിട്ട് അവസാനം ഭയങ്കര ഭക്തനായി കഴിഞ്ഞ് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ അങ്ങ് കൂടിയിട്ട് ഒരു ആശ്രമം അവിടെ സ്ഥാപിക്കാൻ ഭഗവാന്, പ്രഭാകര സിദ്ധയോഗി അദ്ദേഹത്തിന് ഭഗവാനെ ഞങ്ങൾ ഭഗവാൻ എന്നാണ് പറയുന്നത്, വേറൊന്നും പറയാനിട്ട് നാവും അങ്ങില്ല. ഭഗവാന് ഒരു ആശ്രമം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാന് അവിടെ നിരന്തര സമ്പർക്കം ഉണ്ടാകുന്ന 78 തൊട്ട്. ഇതവിടെ ഞങ്ങളുടെ പ്രസാദ് സ്റ്റുഡിയോ ഉണ്ട്, അവിടെ എടുത്ത പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റാ. ഇതിൽ അച്ഛനുണ്ട്, ഗുരുവുണ്ട്, യഥാർത്ഥ ചിത്രമാണിത്. പ്രഭാകര സിദ്ധയോഗിയുടെ യഥാർത്ഥ ചിത്രം. ഒരു പകുതിയെ കാണുന്നുള്ളൂ. ഇപ്പൊ ഗോപിപിള്ള എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, പൂജാരിയുണ്ട്, വേറെ 2 പേരുണ്ട്, അച്ഛനുണ്ട്. ഇവരെല്ലാം ചേർന്ന് അതിൻ്റെ അകത്ത് ഭദ്രകാളി ക്ഷേത്രം അടച്ചിരിക്കുക. സത്യം പറഞ്ഞ കാളിയോട് സംസാരിക്കുന്ന ആ മൊമെന്റ് എടുത്തത്. അപ്പം ഈ ഒരു ക്ഷേത്രത്തോട് ചേർന്നിട്ടാണ് നമ്മുടെ പർണശാല, ആ കൊച്ചാശ്രമം. ഞാനെന്ന് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുക. അച്ഛൻ്റെ മൂത്ത മകളാണ്. അച്ഛനാണ് എനിക്ക് എല്ലാം ഈ ഒരു മഹായോഗിയുടെ ആ സമ്പർക്കത്തിന് കാരണഭൂതനായി എനിക്ക് ജന്മം തന്ന മാതാപിതാക്കളാണ്. അപ്പോൾ അവിടുന്ന് എന്നെ വിളിപ്പിക്കുകയായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ സത്യസായി ബാബയുടെ ഡിവോട്ടിയല്ല, പുറപ്പെട്ടു പോയി ഓഫീസിൽ നിന്ന്. അതായത് എൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൽ 2 കുട്ടികളായി കഴിഞ്ഞാൽ എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ആളുകൾ എങ്ങോട്ട് പോകുന്നു, മരണാനന്തര ജീവിതമാണ്. ഏതായാലും ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് എന്തായാലും അത് കിട്ടത്തില്ല. അപ്പോൾ ചിന്മാനന്ദ ഗുരുദേവനെ, സത്യാനന്ദ സത്യസ്വാമികൾ ഇവരെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് പുട്ടപ്പുറത്തേക്ക് പോകുന്ന കേട്ടറിഞ്ഞിട്ട് ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് ഈ 2 ജോലി രാജിവെച്ചു. അവിടുത്തെ ആദ്യത്തെ രാജിവെപ്പ്. പിന്നെ കിട്ടിയത് വേറെ വിഷയം. ആദ്യം അവാർഡ് ചെയ്യുന്നിട്ട് എഴുതിയെടുത്ത് ഞാൻ VRS എടുക്കുന്നു, പോകുന്നു, അല്ല രാജിവെക്കുന്നു. രാജിയെന്ന് VRS ഇല്ലെന്ന് 84-ലാണ്. അപ്പം ഈ 2 കുഞ്ഞുങ്ങൾ 8 വയസ്സും 6 വയസ്സുള്ള 2 പറക്കി അവരുടെ കൂടെ പോയി അവിടെ ചെന്ന് സ്വാമി അവിടെ എടുക്കുമെന്ന് വിചാരിച്ചത്. വിദ്യാഭ്യാസം നല്ലപോലെ ഉണ്ട്. മാത്തമാറ്റിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് B.Ed ഉണ്ട് അവിടെ അന്നത്തെ കാലത്ത്. ഇതല്ലെങ്കിൽ ഒരു തൂപ്പിയോലി കിട്ടിയാലും മതി എന്നുള്ള മട്ടിലാണ് പോകുന്നത്. അവിടെ കുട്ടികളെ
അവിടെ ആക്കണം. ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സായി ഭഗവാൻ ദൈവമാണെന്നാണ് അവരുടെ ഡിവോട്ടീസ് എല്ലാം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിനെ ലോകത്ത് കാണാൻ പറ്റിയ എൻ്റെ ഈ സമസ്യയ്ക്ക് ഒരു ഒരു ഉത്തരവായില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് എന്നെ സ്വീകരിച്ചില്ല. യു മസ്റ്റ് ഫൈൻഡ് യുവർ മാസ്റ്റർ ദെയർ എന്ന് പറഞ്ഞു സ്വാമി. പക്ഷേ ഇളയ മകന് അന്ന് സംസാരിക്കത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ പ്രവീൺ ശർമ്മ എന്ന് പറഞ്ഞ് ഈ ജ്യോതിഷം പറയുന്ന വിടുമിടക്കന് അദ്ദേഹത്തെ അവൻ്റെ നാക്കിൽ ഓം എന്ന് എഴുതി കൊടുത്തു. സ്വാമി ഇങ്ങ് വന്നു, അവന് ദർശനം കൊടുത്തു. അവനൊരു ഡിവൈൻ സോളാണ്, ശിവരാത്രിക്ക് ജനിച്ചത്. അപ്പോൾ അവനെ അനുഗ്രഹിച്ചു. പോയിട്ട് ഞങ്ങൾക്കൊരു 5 ദിവസത്തിൽ കൂടെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. കയ്യിൽ കൊണ്ടുപോയ പൈസ എല്ലാം തീർന്നു. പിന്നെ ഈ കൂടെ വരുന്ന ട്രൂപ്പ് അങ്ങനെ നമ്മളോട് സഹകരണം ഇല്ല. അപ്പോൾ ഇവർക്ക് ജ്യൂസ് കൊടുക്കണം, അതുകൊണ്ട് ആ കൂടി ഞാനൊരു ഡയലമേലായി, നിർത്തിയില്ല. അപ്പോൾ അച്ഛനാണെങ്കിൽ ഹസ്ബൻഡിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അവിടെ പോയി അന്വേഷിച്ച് എന്താ സംഭവം. 4-5 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പോയില്ലേ, അദ്ദേഹത്തിനോടും പറയാതെ പോയത്, ഒളിച്ചോടി പോയതാണ് അവരുടെ കൂടെ, സത്യസായിബാബയെ കാണാൻ വേണ്ടി ഒളിച്ചോടി പോയതാ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവർ കാല് പിടിച്ചു ഓഫീസറുടെ. അതെന്തോ സ്വല്പം സംതിങ് റോങ് ആണ്, ദൈവത്തെ ഓർത്ത് സാറേ ആ ജോലി കളയരുത്, കുട്ടികളെ ഞങ്ങൾ വരുത്തിക്കോളാം ആളിനെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ഒരു 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ട്രൂപ്പിൻ്റെ കൂടെ അല്ലാതെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പഴവർഗ്ഗ കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം അച്ഛനെ അറിയാവുന്നതുകൊണ്ട് പൈസയൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് തന്ന് ട്രെയിനിൽ കയറ്റി ഇങ്ങനെ തിരുവനന്തപുരത്തിന് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അധികം നിൽക്കേണ്ടി വന്നില്ല. ഏതായാലും അവർ ഈ കടലാസെല്ലാം കയറി കളഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വരിക. അപ്പോൾ യു മസ്റ്റ് ഫൈൻഡ് യുവർ മാസ്റ്റർ ദെയർ എന്ന് പറഞ്ഞു. ഈ ദെയർ എവിടാണെന്നാണ് പിന്നെ 29-30 വയസ്സിൻ്റെ ബുദ്ധിയല്ല, പൊട്ട ബുദ്ധി എന്ന് വേണം പറയാൻ. അത് കണ്ടുപിടിക്കാമെന്ന് ഏതായാലും അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആരും ഞങ്ങളോടൊന്നും മിണ്ടുന്നില്ല, എന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെ ആയി. പക്ഷേ കുട്ടികളങ്ങ് ഭജന തുടങ്ങി. ഈ പാടാത്ത വീണയും പാടുമെന്ന് പറഞ്ഞാൽ ഈ മകൻ അങ്ങോട്ട്, ഇവർ രണ്ടുപേരും കൂടെ ഭജനയാണ്. വൈകുന്നേരം ആകുമ്പോൾ അവിടെ നല്ല കൾച്ചറാണത്. സായി ഭജന എന്ന് പറയുന്ന ഇന്നും ഞാൻ ബഹുമാനിക്കുന്ന സ്വാമി അതിനാണ് ഭജന പാടുന്നു. കുഞ്ഞുങ്ങൾ പാടും വൈകിട്ട്. വീടൊന്നും ഇല്ല, അച്ഛൻ്റെ വർണ്ണശാലയുടെ വരാന്തേ വൈകിട്ട് അങ്ങ് ഇരിക്കും, ഇരുന്ന് തകർക്കും. അങ്ങനെ ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗി ഓച്ചിറയിൽ നിന്ന് ആരുടെയോ ഒരു ബൈക്കിൽ കയറി വരിക. എന്നിട്ട് അവിടെ പറഞ്ഞത് രമയും കുട്ടികളെയും കൂടെ എന്നെ വിളിക്കുന്നു, എനിക്കിവിടുന്ന് കാലുറയ്ക്കുന്നില്ല, ഓച്ചിറ ഇരുന്നിട്ട് എനിക്ക് പോകണമെന്നായി. അങ്ങനെ വന്ന് കുട്ടികളുടെ നടുവിലിരുന്ന് താളമടിക്കുകയും ഞങ്ങൾ ആരതി ഒഴിയുമ്പോൾ ഞങ്ങൾക്കറിയാം ഗുരുവിനെ എങ്ങനെ, അത് ഏതാ സായിബാബയെ പ്രഭാകര സിദ്ധിയോഗി ഞങ്ങൾ ഗുരുവായിട്ട് അംഗീകരിച്ചിട്ടില്ല 3 പേരും. അപ്പം പിള്ളേരുടെ കൂടെ ഇരുന്ന് അപ്പം ഇതെല്ലാം ആരതി ഒഴിയും, ഞാൻ കൊടുക്കും. അത്ര ഇഷ്ടക്കേടാണെങ്കിലും ഞാൻ ആരതി കൊടുക്കും. കണ്ടപാട് തന്നെ നമുക്ക് തൊട്ട് നമസ്കരിക്കാൻ തോന്നി. ആ പ്രാഭവം കണ്ടപാട് തന്നെ ഞാൻ നമസ്കരിക്കത്തില്ല എന്ന് ആര് വന്നാലും സായിക്ക് അപ്പുറത്ത് ഇല്ല എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു. അപ്പോൾ എന്നെ ഇങ്ങനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ നോക്കി ഒരു ദീക്ഷ തരിക. അപ്പം നമുക്ക് സ്പർശനം ദർശനം എന്ന് പറയും. നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുമ്പം നമുക്ക് എന്തോ ഒരു നമ്മുടെ സ്വന്തക്കാരനൊരാൾ നമ്മളെ കണ്ടെത്തിയതുപോലെയാണ്. ഒന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ അന്നത്തേടം കഴിഞ്ഞു. പിന്നത്തെ കാഴ്ചയ്ക്ക് വരുന്നത്, പിന്നെ ഞങ്ങൾക്ക് അധികം ദിവസം അവിടെ നിൽക്കാനൊക്കെ ഇല്ലല്ലോ. പിറ്റേ 2-3 ദിവസങ്ങളുടെ സന്ദർശനങ്ങളുണ്ട്. പിന്നെ അന്ന് അവിടെ തങ്ങി സ്വാമി. അപ്പോൾ പറഞ്ഞ് നീ ട്രിവാൻഡ്രത്തുനിന്ന് ഇങ്ങ് പോരണം, പിന്നെ നിൻ്റെ ഗുരു ഞാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഐ കാൺ ബിലീവ് എന്ന് പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാനൊക്കെ ഇല്ല എന്ന് പറഞ്ഞു. അല്ല നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കുറേ ദോഷവശങ്ങളൊക്കെ ആർക്കും അറിയാത്തതെല്ലാം എന്നോട് വിളിച്ചു പറഞ്ഞു. നീ ആരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് മണ്ണിനടിയിൽ കിടക്കുന്ന നിധി വരെ കണ്ടുപിടിക്കാൻ കണ്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഒന്നും മറയ്ക്കാമെന്ന് വിചാരിക്കണ്ട, നിൻ്റെ ഈ അകവും പുറവും എനിക്കറിയാമെന്ന് പറഞ്ഞു. നീ തേടുന്ന സംഗതി നിനക്ക് ഉടനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. കുറച്ച് പാടുപെട്ടെന്ന് പറഞ്ഞു, ആലോചിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാനും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. പിന്നെ ട്രിവാൻഡ്രത്ത് പോയി ജോയിൻ ചെയ്തിട്ടും ജോലിക്ക് പോകുന്നെങ്കിലും നമുക്ക് ഉതകുന്നില്ല, കുടുംബജീവിതം ഉതകുന്നില്ല, ആകെ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയും ആകെ കൂടി കുട്ടികളും അങ്ങ് വിഷമത്തിലായി. എൻ്റെ ഈ അതിരുകടന്ന ഒരു അൺടൈമിൽ അതിൽ വേനൽ മഴയെന്ന് പറയുന്ന പോലെ ഇത് പറ്റത്തില്ലല്ലോ. ഹസ്ബൻഡും ഒരു നല്ല വീട്ടിലെ ചെറുപ്പക്കാരനായിരുന്നു. ചില ഡ്രിങ്ക്സൊക്കെ അടിക്കുമെങ്കിൽ ശരി വളരെ അഫക്ഷനേറ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛനോട് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഒരു തരത്തിലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥയല്ല. അപ്പോഴേ ആർ ബാലകൃഷ്ണൻ സാറാണ് ഇതിൻ്റെ മന്ത്രിയായിരിക്കുന്നത്. സാറിനെ ചുരുക്കി പറഞ്ഞാൽ സാറിനെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു സാറേ എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു, ട്രാൻസ്ഫർ തരണം, ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നെന്ന് പറഞ്ഞു. ഇതിനെ കൊട്ടാരക്കരയ്ക്ക് നമ്മൾ പോരാ പറ്റത്തില്ല, എനിക്ക് ഹരിപ്പാടിന് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് ഹരിപ്പാടിനൊരു ട്രാൻസ്ഫർ കിട്ടി. അത് ഭഗവാന്റെ ആ വില്ല് തന്നെയാണ്. എന്നോട് പറഞ്ഞില്ല നീ പോരണമെന്ന്.
ട്രാൻസ്ഫറിൻ്റെ കടലാസം വാങ്ങി എല്ലാം ഷിഫ്റ്റ് ചെയ്ത് വന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ട് പറഞ്ഞു അവിടുത്തെ പൊറുതിയെല്ലാം തീർന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ കുരുത്തക്കേട് പറഞ്ഞു ഇല്ല വേണ്ടി വന്നാൽ വീണ്ടും പോകുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അങ്ങനെ വിട്ടുകൊടുക്കരുതല്ലോ. അപ്പോൾ പറഞ്ഞു അല്ല നീ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു, എൻ്റെ ആശ്രമത്തിലേക്ക് നിങ്ങളെ എടുത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് ഉണ്ട് പറഞ്ഞു 4 പേരെ എടുത്തിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അവളെ എടുത്താൽ മതി, എന്നെ എടുക്കണ്ട, എനിക്ക് നോൺ വെജൊക്കെ കഴിക്കണം, സുഖമായിട്ട് ജീവിക്കണം, ഇവളാണ് ഇതിന് പറ്റിയത്, സ്വാമി അവളെ എടുത്തു, എന്നെ വേണ്ട. അപ്പം ഞാൻ ചോദിച്ചു കൊടുത്തോ എന്നെ എന്ന് പറഞ്ഞു. കൊടുത്തു എന്ന് പറഞ്ഞു. പുള്ളിക്ക് ശല്യം നല്ല അതിന്. അപ്പം 4 പേരെയും കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു നിങ്ങളെപ്പോലെ നല്ല ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. യു ആർ ഹോണസ്റ്റ്, നീ എന്നെ ചതിക്കത്തില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് നിന്നെ സെലക്ട് ചെയ്യുന്നത്, എൻ്റെ സോൾമേറ്റാണ് നീ, ഞാൻ നിന്നെ തേടിയായി ഈ മണ്ണിലേക്ക് വീണ്ടും എത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് അച്ഛനുമായിട്ട് 45 തൊട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം എനിക്കും അത് എൻ്റെ ഹൃദയസ്പർശിയായ ഒരു വാക്കായി. അപ്പം അങ്ങനെ ഞങ്ങളെ 4 പേരെയും കൂടെ ആശ്രമത്തിലേക്ക് എടുത്ത്, എന്നെ മാത്രമല്ല, അതിൽ ഒരാളില്ല ഇപ്പോഴും, ഹസ്ബൻഡ് പാസ്ഡ് അവേ. അപ്പം ഞാൻ എടുത്തു. അപ്പോൾ വന്നിട്ട് പിന്നെ 84 ജൂൺ ജൂലൈ മാസം ആയപ്പോഴത്തേക്ക് ഒരു അനുഷ്ഠാന പദ്ധതി തന്നു. അനുഷ്ഠാന പദ്ധതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ചൂടുവെള്ളത്തിലേ കുളിക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു ഒക്കത്തില്ല, പച്ചവെള്ളത്തിൽ 12 മണി രാത്രിക്ക് ആ കാണിച്ച ക്ഷേത്രക്കുളത്തിൽ ഭദ്രാളി ക്ഷേത്രത്തിൽ കുളിച്ചിട്ട് ഈറനോട് വന്ന് വിളക്ക് കത്തിച്ച് സുബ്രഹ്മണ്യോപാസന ചെയ്യണം. മന്ത്രവും തന്നു. മീനമാസം മാർച്ചിൽ പോലും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഞാൻ എന്തു ആകട്ടെ, മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പോകും. അപ്പം 12 മണിക്ക് അമ്മയൊക്കെ നോക്കും, അച്ഛൻ ടോർച്ചടിച്ച് നോക്കും. അതായത് എൻ്റെ വീട് പുന്നപ്രയ, ഞാൻ വയലാർ പുന്നപ്രയ ജനിച്ചതാ. 10-14 മുറിയുള്ള വലിയ തറവാട്, ജന്മിയായിരുന്നു അപ്പൂപ്പന്. ഭയങ്കര ഭക്തന്മാരും ISROയുടെ ചെയർമാനൊക്കെ ജനിച്ച ഉടമ. അവിടെ എൻ്റെ ഇടവും അല്ല എൻ്റെ കുഞ്ഞമ്മമാർ വേണം എനിക്ക് ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിലേക്ക് രാത്രി പുസ്തകം എടുക്കാൻ പോകാൻ. അന്ന് ഞങ്ങൾക്ക് ലൈറ്റ് ഇല്ല, ഈ നിലവിളക്ക് ഇങ്ങനെ കാണിച്ച് എന്നെ കൊണ്ടുപോകണം, അത്ര പേടിയാ. ഞാൻ എന്താ കാലം എനിക്ക് തന്ന ഒരു ഭാഗ്യമെന്ന് വേണം പറയാം. ധൈര്യമായിട്ട് പോയി കുളത്തിൽ പോയി കുളിക്കും, ഈറിനോടുകൂടി വരും. അപ്പോൾ പാലും തേനും ഒക്കെ പശുവും പാലും വെച്ചിട്ട് ഞാൻ 1 മണിക്കൂർ നേരം സുബ്രഹ്മണ്യവാസന ചെയ്യും. അങ്ങനെ 21 ദിവസം കഴിഞ്ഞപ്പം, അന്ന് പീരിയഡിൻ്റെ കഴിഞ്ഞിട്ടില്ല, 33-30 വയസ്സല്ലേ ഉള്ളൂ. ആ 21 പീരിയഡിന് മുമ്പ് 21ാമത്തെ ദിവസം സ്വാമി വീണ്ടും വന്നിട്ട് പറഞ്ഞു ഇന്ന് തയ്യാറായിക്കോളാൻ പറഞ്ഞു, ഇനിഷ്യേഷൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ അതുപോലെ 12 മണി രാത്രിക്ക് പോയി കുളിച്ചു, തിരിച്ചു വന്ന് പൂജയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണർത്തി തന്നു കുണ്ടലിനി. എനിക്കിപ്പോൾ കുണ്ടലിനി എന്നൊക്കെ പറയാം, എനിക്ക് മറ്റേ രാവിലെ എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആ കൂടെ കറണ്ടിൻ്റെ ബില്ലെഴുതാനും കുറച്ച് വഴക്കിടാനും ഒക്കെ അറിയത്തുള്ളൂ, അല്ല ഒന്നും അറിയത്തില്ല. അപ്പം ഇത് എനിക്ക് തന്നെ എൻ്റെ പവറങ്ങ്, അതായത് അദ്ദേഹം എൻ്റെ പുറയിലാണ് നിൽക്കുന്നത്, മുന്നിലല്ല. പുറയിൽ ഇദ്ദേഹം ഉണ്ടെന്ന് എനിക്കൊരു ബലമുണ്ട്, എന്നാലും എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് വിട്ടു പോവുക, ലൂസായി പോവുക ബോഡി. അപ്പം ഇതിങ്ങനെ നട്ടലിന്ന് ആധാരചക്രങ്ങൾ റേസ് ചെയ്ത് കയറി വരുന്ന അറിയാം. അപ്പോൾ താഴെയും മുകളിലും ഇളകട്ടെ എന്ന് ഇദ്ദേഹം പറയുന്ന കേട്ടു. അപ്പോഴാണ് നമ്മുടെ സഹസ്രാരത്തിൽ ഇങ്ങനെ നമുക്കിങ്ങനെ സ്പന്ദനം നല്ലപോലെ അറിയാം. ഇതങ്ങോട്ട് നമ്മൾ ഈ ലൈറ്റിൽ സൂര്യനെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഒന്നും പറ്റത്തില്ലല്ലോ, കണ്ണ് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന് പോയി ഒരു 2-3 മിനിറ്റ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കിങ്ങനെ മന്ത്രങ്ങൾ ഇദ്ദേഹം തരുന്നത് മനസ്സിൽ പറയുക. അപ്പം കൈ കാണിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എഴുതി തന്ന മന്ത്രങ്ങളല്ല, ചെവി പറഞ്ഞതുമല്ല, ദേവതോപാസനകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു നിൻ്റെ ഇടവും അല്ല മുന്നിലും പിന്നിലും ആൾ വേണമെന്ന് പറഞ്ഞു, അത് അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ദേവതോപാസനയാണ്. നമ്മുടെ കൺസേൺഡ് ദേവന്മാർ അയ്യപ്പന് സുബ്രഹ്മണ്യന് ഇതൊക്കെയാണ് മന്ത്രങ്ങളാണ്. അത് പിന്നീട് എനിക്ക് മനസ്സിലായതാ. ഈ ബീജാക്ഷരം എന്നൊക്കെ പറഞ്ഞാൽ അന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നീട് ഇത് മൂത്ത് വന്നു കഴിഞ്ഞപ്പം കാലം കൊണ്ട് പണ്ഡിതന്മാരെന്നോട് പറഞ്ഞു ബീജാക്ഷരമായിരിക്കും തന്നിരിക്കുന്നത്, അതിലെ ഉപാസന ഈ മാർഗം തിരിയത്തില്ല. അങ്ങനെ സംഗതി അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു അതിന് അന്ന് പകൽ അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് വാങ്ങിച്ചു, ഈ പുതിയ തോർത്തുകളൊക്കെ. അപ്പം പറഞ്ഞു നീ ഒരു സത്യം ചെയ്യണം, എന്നെ വഞ്ചിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ ആലോചിച്ചിട്ട് അയ്യോ അതൊക്കെ വേണോ? അപ്പോൾ പറഞ്ഞ് ഒരിക്കലും എന്നെ ചീറ്റ് ചെയ്യാൻ പാടില്ല, എന്നെ ഡിസ്റിഗാർഡ് ചെയ്യാൻ പാടില്ല, ഞാനൊഴിഞ്ഞ് അന്യതായിട്ടൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഒരു അങ്കിളുണ്ട് അവിടെ, വക്കീലാണ്, ഇതെൻ്റെ പരമഭക്തനാണ്, അച്ഛൻ്റെ അടുത്ത് സത്സംഗം ചെയ്യുന്നത്. അപ്പം കൃഷ്ണപിള്ളയമ്മ പറഞ്ഞ് അദ്ദേഹം പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ, ഇത് കിട്ടത്തില്ല നിനക്കിനി,
നീ ഹിമാലയത്തിൽ പോലും ഇങ്ങനെ ഒരാളിനെ കിട്ടത്തില്ല, നിന്റെ അല്പബുദ്ധി കൊണ്ട് തോന്നുന്ന നീ മറ്റൊരു ഗുരുവിനെ തേടി പോകാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു നീ ഒരുപാട് അലങ്കാരങ്ങൾ ഇടുന്ന, അന്ന് ഞാൻ ദൂരദർശൻ്റെ ആർട്ടിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കാതിലെ കുണ്ടലങ്ങളൊന്നും മാറ്റണം, സ്വർണമെന്ന് പറയുന്ന ലോഹമേ ഇനി മേലാൽ നീ ഈ ജന്മത്തിൽ ധരിക്കാൻ പാടില്ല. സമ്മതിച്ചോന്ന് ചോദിച്ചാൽ അതൊക്കെ എനിക്ക് സമ്മതമാണ്. സ്വർണം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് കിട്ടേണ്ടത് മറ്റേ സാധനമാണ്. മരണാനന്തരമുള്ള ലോകത്തെക്കുറിച്ച് അറിഞ്ഞേ മതിയാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഊരി വെച്ചു, താലി വരെ ഊരി അവിടെ വെപ്പിച്ചു. അതിലൊന്നും എനിക്കൊരു ഭയമില്ല. എന്തിനും മരണതുല്യമായിട്ടുള്ള ഒരു കോഴ്സ് തന്നല്ലേ. പക്ഷേ ഈ സത്യം ചെയ്യുന്നത്, അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ സ്വന്തം ആത്മാവ്, അതെനിക്ക് ഞാൻ അഭിമാനപൂർവ്വം പറയാം. എൻ്റെ കുഞ്ഞ് ആത്മാവ് എന്നോട് പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിനക്കെന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്യും, അപകാശിയാകും. അമ്മാത്തൊന്ന് ഇറങ്ങിയും പോയി, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അമ്മാത്ത് എത്തിയില്ല എന്നുള്ളത്. അപ്പം ഞാൻ നല്ല ധൈര്യമായിട്ട് നല്ല ബോൾഡായിട്ട് പറഞ്ഞു ഞാനങ്ങനെ സത്യം ചെയ്യാം, പക്ഷെ ഭഗവാനും സത്യം ചെയ്യണം, എന്നെ വിട്ടൊരു ഒരു ശിഷ്യ അല്ലെ എന്നെ വിട്ടു പോകത്തില്ല എന്ന് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു.